ഹായ് ഓൾ, നമുക്കിന്ന് തേങ്ങ അരച്ചൊരു മീൻകറി വെച്ചാലോ? അതിനാദ്യം തന്നെ കുറച്ച് തേങ്ങ തിരുകി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സൈഡിലിരുന്ന് കൊച്ചുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് കൊച്ചുള്ളി എരിയുമ്പോൾ കണ്ണ് നീര്, നിങ്ങൾക്ക് എല്ലാവർക്കും നീരായിരിക്കും, പക്ഷേ എനിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, മൂക്കിൽ നിന്നും വന്ന ആകെ സീനാവും. നിങ്ങൾക്കുണ്ടോ അങ്ങനെ എന്നെ പോലെ? അതിനുശേഷം നമ്മൾ മീനൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. മീൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആ തിരുകി വെച്ച തേങ്ങ എടുത്ത് ജാറിലോട്ടിട്ട് കുറച്ച് സവാളയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട്, എന്നിട്ട് നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നല്ല കിടിലനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി കുക്ക് ചെയ്യാൻ പോകുന്ന കറിച്ചട്ടിയിലോട്ട് നമ്മുടെ തക്കാളിയെ കുനുകുനാന്ന് അരിഞ്ഞങ്ങോട്ട് ഇടുന്നു. ശേഷം കുറച്ച് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ച് ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് വെള്ളവും മിക്സ് ചെയ്യുന്നു. നമ്മൾ സ്റ്റൗ കത്തിക്കുന്നു, സ്റ്റൗവിലേക്ക് ചട്ടി വെക്കുന്നു. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുന്നു. ഗൈസ്, ഞാൻ കുടംപുളി ഇട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനകത്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ആ മത്തി ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ ചൂടമീൻ ഇട്ട് കൊടുക്കാം. അതുവരെ മത്തി ഇരുന്നൊന്ന് തിളച്ച് വരട്ടാം. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിന് ഞാൻ ചൂടയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടിരുന്നൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിനെ മൂടി വെച്ച് തിളപ്പിക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വെറും 15. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് വറവിടണം. തിളച്ച് കഴിഞ്ഞല്ലോ, അപ്പോൾ ഞാനായിട്ടൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് ഉലുവായും അരിഞ്ഞു വെച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറിൽ മൂത്ത് വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കിടിലൻ തേങ്ങ അരച്ച് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എണ്ണത്തിനെ എടുത്തൊന്ന് ഫ്രൈ ചെയ്താലോ? കുറച്ച് ഫ്രൈയും കൂടെ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച കറിയും നമ്മുടെ ചൂട് മീൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വരാം.